പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ എപ്പോഴും മുൻപന്തിയിലാണ്. ഇന്ത്യ നാവികശക്തി അതിവേഗം വർദ്ധിപ്പിക്കുകയാണ്. കടലിൽ ഇന്ത്യയുടെ കരുത്താകാൻ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി റെഡിയാണ്. ഈ അന്തർവാഹിനിയുടെ പേര് അരിതമൻ എന്നാണ്. അരിതമൻ എന്നതൊരു സംസ്കൃത പദമാണ്. ഇതിന്റെ അർത്ഥം ശത്രുവിന്റെ നാശകാരി എന്നാണ്. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആണവ അന്തർവാഹിനിയായ INS അരിതമൻ ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണെന്നും ഇത് സംബന്ധിച്ച പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയുമാണെന്നും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി പറഞ്ഞു. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണിത്. ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഓഗസ്റ്റിൽ വിശാഖപട്ടണത്തെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിലേക്ക് രണ്ടാമത്തെ SSBN INS അരിഘട്ട് ഔപചാരികമായി കമ്മീഷൻ ചെയ്തതിന് പിന്നാലെയാണ് അടുത്ത അന്തർവാഹിനിയും എത്തുന്നത്. INS അരിതമൻ കൂടി സേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യക്ക് ആദ്യമായി കടലിൽ 3 പ്രവർത്തനക്ഷമമായ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. INS അരിഹന്ത്, INS അരിഘട്ട് എന്നിവയേക്കാൾ കൂടുതൽ ദീർഘദൂര ആണവ പോർമുനയുള്ള മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് INS അരിതമൻ നിർമ്മിച്ചിരിക്കുന്നത്. ആക്രമണ ദൂരപരിധി, ദീർഘകാല വിന്യാസശേഷി എന്നിവ ഈ അന്തർവാഹിനിയുടെ പ്രത്യേകതകളാണ്. പ്രധാന ആയുധങ്ങളായ K-15 സാഗരിക, K-4 ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവ അരിതമൻ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇവയ്ക്ക് ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയും. 7000 ടണ്ണാണ് അന്തർവാഹിനിയുടെ ഭാരം. സമുദ്രോപരിതലത്തിലൂടെ ഏകദേശം മണിക്കൂറിൽ 28 കിലോമീറ്റർ സ്പീഡ് സഞ്ചരിക്കാനും അരിതമൻ അന്തർവാഹിനിക്ക് കഴിയും. കഴിഞ്ഞ വർഷത്തെ കന്നി സംരംഭങ്ങൾ പ്രവർത്തനക്ഷമമായിരിക്കുകയാണ്. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ നാവികസേനയുടെ കന്നി സംരംഭമായിരുന്നു. ഏപ്രിൽ 5-ന് നമ്മുടെ പ്രതിരോധ മന്ത്രി കാർവാറിൽ നിന്ന് INS സുനിയന IOS സാഗർ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. ഈ പുത്തൻ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു മുതൽക്കൂട്ടാകും എന്നും ത്രിപാഠി പറഞ്ഞു. 2029ഓടെ 4 റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് നാവികസേനയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. 6 നൂതന അന്തർവാഹിനികൾ വാങ്ങുന്ന പ്രോജക്ട് 75-ൽ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ഒരു ഔപചാരിക കരാർ ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശത്രു ആക്രമണങ്ങളെ കണ്ടെത്താൻ വേണ്ടി തന്നെ രൂപകൽപ്പന ചെയ്ത അരിതമൻ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ശത്രു സംഹാരത്തിനുള്ള മറ്റൊരു തുടക്കമെന്ന് തന്നെ പറയേണ്ടി വരും. അരിതമൻ കൂടാതെ 4ാമത്തെ SSBN നിർമ്മാണ ഘട്ടത്തിലാണെന്നും ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് കൂടുതൽ ആഴം കൂട്ടുമെന്നുമാണ് പറയപ്പെടുന്നത്. വരാനിരിക്കുന്ന 2 അന്തർവാഹിനികളും K-4 മിസൈലുകൾ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പൽ INS അഞ്ച്ദീപ് ഫെബ്രുവരി 27-ന് കമ്മീഷൻ ചെയ്യും. 8 കപ്പലുകളുള്ള ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പദ്ധതിയിലെ 3ാമത്തെ കപ്പലാണിത്. തമിഴ്നാട്, പുതുച്ചേരി മേഖലകൾ ഉൾപ്പെടെയുള്ള തീരദേശ അതിർത്തികളുടെ സംരക്ഷണമാണ് INS അഞ്ച്ദീപ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഫെബ്രുവരി 27-ന് ചെന്നൈ തുറമുഖത്ത് വെച്ച് ഈസ്റ്റേൺ നേവൽ കമാൻഡിൽ യുദ്ധക്കപ്പൽ ഔപചാരികമായി കമ്മീഷൻ ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കാർവാർ തീരത്തിനടുത്തുള്ള ചരിത്ര പ്രധാനമായ ദ്വീപിന്റെ പേരാണ് നാവികസേന യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത്. ദേശീയ യുദ്ധക്കപ്പൽ രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും ഒരു സുപ്രധാന നേട്ടമാണ് INS അഞ്ച്ദീപ്. കൊൽക്കത്തയിലെ ഗാർഡൻ ബ്രിഡ്ജ് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ കപ്പൽ ദേശസുരക്ഷയ്ക്ക് നിർണായകമായ തീരദേശ ആഴം കുറഞ്ഞ ജലാശയങ്ങളിലെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തീരദേശ പ്രദേശങ്ങളിലെ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിലും ട്രാക്ക് ചെയ്യുന്നതിലും നിർവീര്യമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഡോൾഫിൻ ഹണ്ടറായി ഈ യുദ്ധക്കപ്പൽ പ്രവർത്തിക്കുമെന്ന് നാവികസേന വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.